വെൽക്കം ടു ലിറ്റിൽ ടോക്സ്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇങ്ങനെ ചേച്ചിന്റെ കുറച്ച് ഇന്റർവ്യൂസ് കണ്ട സമയത്ത് ചേച്ചി ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ടും ഹാപ്പി ആയിട്ടും പറഞ്ഞൊരു സാധനമാണ് മലയാള സിനിമയിലെ ഏറ്റവും ഭയങ്കര ഒരു അടിപൊളി കാലഘട്ടത്തില് ചേച്ചിക്ക് സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി, ഏറ്റവും ബെസ്റ്റ് സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. സോ ആ ഒരു ജേർണീനെ ലൈക്ക് ആ ഒരു ഭാഗ്യത്തെ എങ്ങനെ നോക്കി കാണുന്നു, ആൻഡ് ഹൗ ഡു യു ഫീൽ അബൌട്ട് ഓൾ ദിസ്? ഐ ഫീൽ വെരി ഗുഡ്. ഓക്കെ, എന്താ പറയാ, ഞാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് സംഭവിച്ച കാര്യമൊന്നുമല്ലോ. അപ്പൊ നമുക്കൊരു കഥയുടെ ഭാഗമാണെങ്കിൽ അവര് തീരുമാനിക്കണം. അപ്പം ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ദീസ് ഫിലിം മേക്കേഴ്സ് തോട്ട് അബൌട്ട് മീ. ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്ന് അവർക്ക് തോന്നിയതിൽ എനിക്ക് അവരോടാണ് നന്ദി പറയാനുള്ളത്. So yeah, I'm also excited ഇനി വരാനുള്ള പ്രോജക്ട്സിനെ പറ്റി. ഓക്കെ, അടിപൊളി. ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് പറയും, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതുപോലെ ചേച്ചീനെ ഓൺ സ്ക്രീൻ കാണുമ്പോൾ വീട്ടിലെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്ന ഒരാളാരാണ്? വീട്ടില് ഐ തിങ്ക് എവ്രിബഡി ഗെറ്റ്സ് എക്സൈറ്റഡ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും അമ്മയാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ ചേച്ചി ആൻഡ് ഫാമിലി ലണ്ടനിലാണ്. ചേച്ചിക്ക് 2 മക്കളുണ്ട്. അപ്പം എൻ്റെ പിള്ളേര്, അപ്പം ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത്. ചെയ്ത കഥാപാത്രങ്ങളില് സുഹൃത്തായിട്ട് കൂടെ കൂട്ടുന്ന ഒരാളാരായിരിക്കും? അതായത് ഞാൻ ക്യാരക്ടേഴ്സിനാട്ടോ ഉദ്ദേശിക്കുന്നത്. ആരെയും കൂട്ടില്ല. ആരെയും കൂട്ടൂല? അതെന്താ? അയ്യോ അല്ല, ഞാൻ എപ്പോഴും എന്താ പറയാ, കൂട്ട മീൻസ് ഒരു അക്വൈന്റൻസ്, അങ്ങനെ അവർക്ക് സഹായം അങ്ങനെ രീതിയിൽ ഇരിക്കുമായിരിക്കും. പക്ഷെ കൂടെ കൂട്ടാന്ന് പറഞ്ഞാൽ ആരെയും കൂട്ടില്ല. എന്താ വെച്ചാല് ഐ തിങ്ക് ഞാൻ ചെയ്ത മിക്ക കഥാപാത്രം ഭയങ്കര പാവങ്ങളും ഭയങ്കര ഇച്ചിരി നൈവായിട്ടുള്ള വളരെ സാധാരണ സ്ത്രീകളൊക്കെയാണ്. അപ്പം അത് ഞാൻ ആസ് എ പേഴ്സൺ ഭയങ്കര വ്യത്യാസം ഉണ്ട്, ലൈക്ക് ഒരു പേഴ്സണാലിറ്റി വൈസ്. അപ്പൊ എന്റെ കൂടെ കൂട്ടാൻ അറിയില്ല. പിന്നെയും അതായിരിക്കും കുറച്ചുകൂടി കൂട്ടുകാരിയായിട്ട് കൂടെ. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ സൂക്ഷ്മദർശിനിയെ സുലുവിനെ ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ കൂട്ടാൻ ശ്രമിക്കുക. ഓക്കെ, അടിപൊളി. സീരീസും ചെയ്തിട്ടുണ്ട്, മൂവീസും ചെയ്തിട്ടുണ്ട്. സോ ഒരു ആക്ടിങ് പ്രോസസ്സില് ലൈക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടിലും? അതായത് മൂവീസിന് ഒരു ജോണറും സീരീസിന് വേറൊരു ഫീലിംഗും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്ത പടങ്ങളില് എനിക്ക് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് റിലേറ്റീവ്ലി കുറവായിരുന്നു. അപ്പൊ സീരീസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് ഈ കഥാപാത്രമായിട്ട് നിൽക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അതിലുള്ള മറ്റു കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു ബന്ധം, അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വളരെ ഓർഗാനിക്കലി നമ്മൾ അധികം ചിന്തിക്കാതെ തന്നെ നമുക്ക് ഈ കഥാപാത്രത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ചും കൂടെ ഒരു പറ്റുന്നുണ്ട്. പിന്നെ കുറേയും കൂടെ എൻജോയ് ചെയ്യാൻ സമയമുണ്ടെന്ന് തോന്നും അതില്. ഓക്കെ, അടിപൊളി. ഇതേ ഇത് തന്നെ ചേച്ചി ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. സോ ഈ തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഓൺ സ്റ്റേജ് പെർഫോമൻസും ഓൺ ക്യാമറ പെർഫോമൻസും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അവിടെയും ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സാധനമായിരിക്കും ആക്ടിങ്, ഓർ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. സോ അവിടെയും ഈ ആക്ടിംഗ് പ്രോസസ്സിനെ ഏതെങ്കിലും തരത്തില് മാറ്റേണ്ട വന്നിട്ടുണ്ടോ ഓൺ സ്ക്രീൻ? എനിക്കതിന് ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ ഞാനൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ ഈ ഉള്ളിൽ വരുന്ന മീൻസ് ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര കഴിവുള്ള നടിയായിട്ട് എല്ലാ നാടകങ്ങളിലും നായികയായിട്ട് അങ്ങനെയൊന്നും അല്ല. അവിടെയാണെങ്കിലും കുറെ വർഷം എടുത്തിട്ടാണ് ഒരു ലീഡ് സ്പേസിലൊക്കെ എത്തിയിട്ടുള്ളതും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മള് ദ കൈൻഡ് ഓഫ് എഫേർട്ട് ദാറ്റ് യു പുട്ട് ഇൻ, അതാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് സിനിമയിലാണെങ്കിലും
നമ്മൾ ഒരു ഓൺ സെറ്റ് പെർഫോം ചെയ്യുമ്പോൾ നമ്മളെ നോക്കിക്കൊണ്ട് ഒരു 50 to 100 പീപ്പിൾ ഉണ്ട് ഓൺ സെറ്റ്. അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവരൊക്കെ ഇപ്പൊ ഒരു നമുക്ക് ചായ കൊണ്ട് തരുന്ന ചേട്ടനാണെങ്കിലും ആക്ഷൻ വിളിക്കുമ്പോൾ അത് നോക്കിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഐ ഫീൽ ലൈക്ക് ഐ എം പെർഫോമിംഗ് ടു എ ലൈവ് ഓഡിയൻസ്. ഞാനിങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടി അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പൊ നമ്മള് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു ടേം ഭയങ്കരമായിട്ട് എന്താ പറയാ എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. എനിക്ക് തോന്നുന്നു നാടകങ്ങളിലൊന്നും അധികം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കലയിൽ എനിക്കറിയില്ല എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള. പക്ഷെ സിനിമയിൽ ഇപ്പം കുറെ കൂടി എന്താ പറയാ കുറെ കൂടി ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബോഡി ഷേമിങ് പോലത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനൊക്കെ കുറെ സാധനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ സിനിമേനെ കാട്ടി ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഒരു സാധനം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇപ്പം നാടകങ്ങളിലാണെങ്കിലും ഒക്കെ ഇപ്പം പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വളരെ ഇപ്പൊ നമ്മൾ കളർ സെൻസിറ്റീവ് ആയിട്ടും നമ്മുടെ റേസും മറ്റേ നമ്മുടെ ബോഡി അല്ലെങ്കിൽ എല്ലാം ത്തിനെ കുറിച്ചും സെൻസിറ്റീവായിട്ട് ചെയ്യാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഇപ്പൊ ഉണ്ട്. ചില സമയത്ത് ഇത് ഈ മറ്റേ ഐഡന്റിറ്റി, വാട്ട് യു ഐഡന്റിഫൈ ആസ്, ഇതൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇപ്പം ഉള്ളത്. അത് ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു കോമൺ സെൻസ് എന്നുള്ള സാധനം എപ്പോഴും പ്രവർത്തിക്കണം. I think you should learn to take a joke as a joke, and when it is a serious issue you should get offended and react. അല്ലാണ്ട് എല്ലാ കാര്യത്തിലും ഇത് നോക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്രീസിയേഷനും ക്രിറ്റിസിസം നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഒരേ സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്ന സാധനമാണ്. രണ്ടിനെയും എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? രണ്ടും നല്ലതാണ്. എന്താ വെച്ചാല് നമ്മള് എടുക്കാൻ പഠിക്കുക എന്നുള്ള അത് ക്രിറ്റിസിസം ആദ്യം തൊട്ടേ എടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ ആൾക്കാർ നമ്മളോട് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സംഭവമുണ്ട്. നമ്മള് 2 സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ച 3ാമത്തെ സിനിമയിലും നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കുറെ കാര്യങ്ങളിൽ. അപ്പൊ എപ്പോഴും ഞാൻ എന്റെ വളരെ അടുത്ത ആൾക്കാരോടൊക്കെ പറയും എന്തായാലും പറയണം കേട്ടോ. ഞാൻ ലൈക്ക് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ക്ലോസ് സർക്കിളിനെ അത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ കേൾക്കുമ്പോ നമുക്ക് ഈശ്വര ഞാൻ കൊളവാക്കി അത് അങ്ങനെ ചിന്തിക്കാറുണ്ട്. മീൻസ് ക്രിറ്റിസിസം ബുദ്ധിമുട്ട് തന്നെയാണ്, അത് എടുത്ത് തന്നെ ശീലിക്കണം. അല്ലാതെ എല്ലാ സുഖമുള്ള ഒന്നല്ല. അത് എത്ര നല്ല ഇന്റൻഷനിൽ ആൾക്കാർ പറഞ്ഞാലും അങ്ങനെ കൊള്ളാം ഐ വിൽ ടേക്ക് അങ്ങനെയല്ല, അതൊരു പ്രാക്ടീസ് ആണ് എടുക്കുക എന്ന് പറയുന്നത്. ഫോർ വിമൻ മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ചേച്ചിയുടെ മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെറപ്പി is still too expensive for me. അതുകൊണ്ട് ഞാൻ ഇതുവരെ തെറപ്പി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ തോന്നുമ്പോ ഞാൻ ചെറുപ്പം തൊട്ടേ കൺസിസ്റ്റന്റ്ലി ജേർണലിംഗ് അല്ല, എനിക്ക് ഐ ഡീക്ലട്ടർ ഒരു വൺസ് ഇൻ എ വൈൽ അതിരുന്ന് ഒരു മറ്റെന്താ പറയുക ഡെസർട്ടേഷൻ ചെയ്ത് മറ്റേ ഹൈപ്പോത്തസിസ് ചെയ്ത് അത് ഡൈസെക്ട് ചെയ്ത് അങ്ങനെ എഴുതി പോകുന്ന ആളാണ്. ഐ ഹാവ് റിട്ടൺ ലൈക്ക് ചിലപ്പോ ഒരു രാത്രി മൊത്തത്തിൽ ഇരുന്നൊക്കെ ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ. അപ്പൊ അപ്പൊ ഐ ഫീൽ ലൈക്ക് യു ബിക്കം വാട്ട് യു റൈറ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ചിലപ്പോ ചില കാര്യങ്ങൾ എഴുതാൻ നമുക്കൊരു എഴുതി കഴിഞ്ഞാൽ അത് സത്യമായി പോവോ അങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നും നമ്മളെ മാറ്റാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വെൻ യു ആർ റെഡി ലൈക്ക് ജസ്റ്റ് പുട്ട് ഇറ്റ് ഔട്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ ഫേസ് കൂടിയാണോ? അത് മാനിഫെസ്റ്റേഷനെ കാട്ടി നമ്മൾ ആസ് എ പേഴ്സൺ ഇപ്പൊ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് പോകണം, ചിലപ്പോൾ അത് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കാം നമുക്ക് ചില ഡിസിഷൻസ് എടുക്കുക എന്നൊക്കെ പറയും. അപ്പൊ അത് അങ്ങനെ എന്താ പറയാ ഇപ്പം എല്ലാരും പറയും മറ്റേ ബൗണ്ടറീസ് വരയ്ക്കണം മറ്റേതൊക്കെ പറയില്ലേ, ഇതൊന്നും എളുപ്പമല്ല നമുക്ക്.
അത് ചിലപ്പം അത് ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. ചേച്ചിയുടെ ലാസ്റ്റ് ടൈം ഇങ്ങനെ കണ്ടപ്പോൾ കൾച്ചറിന് വന്നപ്പോൾ ദിവ്യ ചേച്ചിനെ കണ്ടു, പിന്നെ ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുക, സ്ത്രീ സൗഹൃദങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നുന്നത്? അതെങ്ങനെയൊക്കെ നമ്മുടെ എക്സിസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യും? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് 2 years, ഒരു 30s കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ല സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഐ തിങ്ക് വിമൻ ആർ പിറ്റഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ ഇൻ ആർ ഗ്രോയിങ് അപ്പ് സ്റ്റേജ്. എന്താ വെച്ചാല് ചെറുപ്പത്തില് എന്തോ അവർക്ക് നമ്മളോട് കുശുമ്പുണ്ട്. നമ്മളും ആ ഒരു പെട്രിയാർക്കിയിലാണല്ലോ വളർന്നു വരുന്നത്. അപ്പൊ ഒരിക്കലും എന്തൊക്കെയോ നമ്മുടെ തലയിലും ഉണ്ടാവും. ഇത് അവരെന്റെ കാമുകനെ കട്ടുകൊണ്ട് പോവോ, മീൻസ് കുറച്ച് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള വിമൻ ആവുമ്പം എനിക്കൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കുറെ പെൺപിള്ളേര് നമ്മളോട് മിണ്ടൂല, എന്താ വെച്ചാൽ നമ്മൾ ജാടിയാണ്, നമ്മള് ചെക്കന്മാരായിട്ട് ഭയങ്കര കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പുറകെ പോയി സ്ലട്ട് ഷെയിം ചെയ്യുക. അത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങള്. പക്ഷെ എനിക്ക് തോന്നുന്നത് 30s കഴിഞ്ഞപ്പോഴാണ് കുറേയും കൂടെ വളരെ ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള, അവരും വി ഓൾ ഗ്രൂ ടുഗെദർ എന്ന് പറയില്ലേ, ഒരു നോൺ ജഡ്ജ്മെന്റൽ സ്പേസിലോട്ട് നമ്മളും ഓക്കെ, നമ്മൾ ഇതൊക്കെ കാരണമാണ് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചത്. ആൻഡ് വി നീഡ് ഈച്ച് അതർ സപ്പോർട്ട്. അപ്പൊ നമ്മള് എത്ര പറഞ്ഞാലും, ഇപ്പൊ ഒരു വീട്ടില് ലേറ്റ് ആയിട്ട് കയറുന്ന കാര്യം പറഞ്ഞാൽ, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് ഒരു പെർട്ടിക്കുലർ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വരണ്ടെന്നുള്ളത് അത് വേറൊരു പെൺകുട്ടിക്കായിരിക്കും മനസ്സിലാവുക. മോർ ദാൻ ലൈക്ക് അത് എക്സ്പീരിയൻഷ്യൽ സെയിം എക്സ്പീരിയൻസസ് എന്ന് വരുന്ന സാധനം. അത് അങ്ങനെ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ടു ഹോൾഡ് ഈച്ച് അതർ. ലൈക് വിമൻ സ്റ്റാൻഡ്സ് ഫോർ വിമൻ ഫീൽസ് അതൊരു ഹാഷ്ടാഗ് ആയിട്ട് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഫ്രം എ വെരി ജെന്യുവൻ സ്പേസ്. എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമയില് കുറേ പേര് ഇപ്പം ചിലപ്പം പോസ്റ്റ് ഒന്നും സ്റ്റോറി ഒന്നും ഇടുക എന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും ചില ഇപ്പൊ പെർഫോമൻസസ് കണ്ടിട്ട് ജെന്യുവൻലി മെസ്സേജ് അയക്കുന്നതും ജെന്യുവൻലി ഹാപ്പി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൂടെയുള്ള മറ്റു നടിമാര്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ സാധനമാണ് ഈ ന്യൂ ഇയർ സമയത്ത് ശാന്തി എന്നെ മെസ്സേജ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ്സ് ബീൻ സോ എക്സൈറ്റിംഗ് ടു സീ യു ദിസ് ഇയർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഔട്ട് ഓഫ് നോവെയർ ആണ് ആ മെസ്സേജ് വന്നത്, പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ദിവ്യ ആണെങ്കിലും കനി കഴിഞ്ഞ ദിവസം സൂക്ഷ്മർഷിനി കണ്ടിട്ട് വിളിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിളിക്കണ്ടായി. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഓൾ കംസ് ഫ്രം വെരി ജെന്യുവൻ സ്പേസ്. അല്ലാതെ ചുമ്മാ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഒതുക്കുന്ന ഒരു സാധനം ആവരുത് ഒന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിനയിച്ചതില് ഏറ്റവും കുറച്ച് ചലഞ്ചിങ് ആണെന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരുന്നു, ഓർ ഒരു ഇമോഷൻ ഏതായിരുന്നു? ഇമോഷൻ തരും അങ്ങനെ ഇല്ല, പക്ഷെ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഹിന്ദിയില് വെബ് സീരീസ് ചെയ്തപ്പോൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ വെയിറ്റ് കൂട്ടിയായിരുന്നു, ബൾക്കപ്പ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഇതുവരെ അഭിനയത്തെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ലൈക്ക് ഫിസിക്കലി ഉള്ളതും. അപ്പൊ അതിൽ സ്റ്റൺസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് ഇറ്റ് വാസ് ന്യൂ ഫോർ മീ. അപ്പൊ അത് ഇച്ചിരി ഐ മീൻ അതിന്റെ ഒരു ചാലഞ്ച് എനിക്ക് അതൊരു ചാലഞ്ചിങ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് എനിക്കത് അൺഫെമിലിയർ ആയതുകൊണ്ട് അത് ചാലഞ്ച്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ട്രെയിൻ ചെയ്താലും നമുക്ക് ഇഞ്ചുറി ചിലപ്പം വരും. അപ്പൊ ആ ഒരു ഫേസ് കടക്കുക അങ്ങനെയൊക്കെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ന്യൂ ഫോർ മീ. അത് അങ്ങനെ ചാലഞ്ചിങ് ആയിരുന്നു. ഏതാണ് സീരീസ്? ലൈക്ക് അത് ഇനി ഈ വർഷം ഇറങ്ങുമായിരിക്കും. അപ്പൊ അത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ അതിനെ കുറിച്ച് പറയാം. സോ നമുക്ക് കുറച്ച് ഫാഷൻ ആൻഡ് സ്കിൻ കെയർ, ഹെയർ അങ്ങനത്തെ കുറച്ച് പരിപാടിയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് എന്തെങ്കിലും റെഗുലർ സ്കിൻ കെയർ റൂട്ടീൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മുഖം കഴുകുക, പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്
കോൺഷ്യസ്ലി ചെയ്യാറുണ്ട്. ഓക്കെ. അല്ലാതെ ഇപ്പം എനിക്ക് ഒരു 1 സ്റ്റെപ്പ് റുട്ടീൻ പോലെ കിട്ടിയപ്പോൾ ഗുണം ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് കേരള സോൺ ബ്രാൻഡ് ബ്യൂട്ടി ബ്രാൻഡ് ഇപ്പൊ ഞാൻ പ്രൊമോട്ട് ചെയ്യാനല്ല, ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ ബ്രാൻഡാണ്. അപ്പൊ അവരുടെ എനിക്ക് ഭയങ്കര ഇപ്പൊ വർക്കാണ് അത്. ഒറ്റ സിറത്തിലും ഒറ്റ ക്രീമിലൊക്കെ പണി തരും. അപ്പൊ ഇപ്പൊ ഞാൻ അതാണ് ഗുണമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അതുപോലെ ഹെയറിന് എന്തെങ്കിലും റുട്ടീൻ? ഹൗ ഓഫൻ യു വാഷ് യുവർ ഹെയർ? അത് once in 2 days. ഓക്കെ. ഒന്നാമത് ചുരുണ്ട മുടിയാണ്. അപ്പം എനിക്ക് എത്ര നോക്കിയിട്ടും ഈ കേളി ഹെയർ റൊട്ടീനിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നിയ പോലെ നോക്കാം. മുടി ഉണ്ട് ഇപ്പൊ, പക്ഷെ ഇഷ്ടംപോ ഇങ്ങനെ ഹെയർ ഫോളും ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതൊന്നും ഇപ്പൊ അങ്ങനെ നോക്കാം. ഓക്കെ, അടിപൊളി. ചേച്ചി എങ്ങനെയാണ് ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആളാണോ? ഓൺലൈൻ ഷോപ്പിംഗ് ആണോ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണോ കൂടുതൽ ചെയ്യാറ്? കൂടുതൽ ഓൺലൈൻ ആണ് ചെയ്യുന്നത്. പക്ഷെ ഓഫ്ലൈൻ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പോയി നോക്കാനൊക്കെ. അപ്പൊ ഞാൻ ഭയങ്കര പിക്കിയാണ്. ചിലപ്പോ പെട്ടെന്ന് കിട്ടും, ചിലപ്പം ഇങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്ത്. അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടാലേ വാങ്ങിക്കുള്ളൂ. ഇപ്പൊ ഓൺലൈൻ ആണെങ്കിലും ഞാൻ മറ്റേ കാർട്ടിലിട്ടിട്ട് പിറ്റേ ദിവസം കണ്ടിട്ട് ഇതെനിക്ക് ഇപ്പോഴും വേണോ എന്നിട്ടേ ഞാൻ മേടിക്കും. ആണല്ലേ? ഓക്കെ. അപ്പൊ കൂടുതൽ ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ചെയ്യാറ്. ഓക്കെ. അതുപോലെ ചേച്ചിയുടെ മോസ്റ്റ് എക്സ്പെൻസീവ് ഗാഡ്ജറ്റ് ദാറ്റ് യു ഓൺ? മൈ ഫോൺ, ഐ തിങ്ക്. ഓക്കെ. ഐ മീൻസ് ഞാൻ മേടിച്ചതല്ലേ? അതെ അതെ ഞാൻ മേടിച്ചത് മൈ ഫോൺ. ഓക്കെ. അല്ലാതെ വേറെ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഐ മീൻ അങ്ങനെ എന്താ പറയാ, എന്റെ ചേച്ചി ഗാഡ്ജറ്റ് ആയിട്ടൊന്നുമില്ല. എനി മേക്കപ്പ് പ്രോഡക്ട്സ് ഓർ വേറെ എന്തെങ്കിലും? മേക്കപ്പ് ആക്ച്വലി ഞാൻ കുറെ ഈ മോയ്സ്ചറൈസർ പരിപാടിയൊക്കെ ഞാൻ അമ്മ ഇടയ്ക്കിടയ്ക്ക് ലണ്ടനിൽ പോകും. അപ്പൊ ചേച്ചിന്റെ അടുത്തൊന്നും മേടിപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ ഞാനായിട്ടൊന്നും മേടിക്കാറില്ല. ഓക്കെ. അപ്പൊ അവരാണ് ഇത് ചെയ്യാറ്, എക്സ്പെൻസ് ബെയർ ചെയ്തത്. ഓക്കെ. പറയൂ, എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്? ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടക്കളം, മരണമാസ്, പാതിരാത്രി, അങ്ങനെ കുറച്ച് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഓക്കെ. അങ്ങനെ. ഓക്കെ. ഇതിൽ ഏത് ക്യാരക്ടറിനെ കാണാൻ, സ്ക്രീനിൽ കാണാനാണ് ഏറ്റവും എക്സൈറ്റഡ്? മരണമാസ് ആണല്ലേ? എന്താണ് അത്? പറയില്ല, സീക്രട്ട് ആണോ? ഓക്കെ. ഞങ്ങളും അപ്പൊ വെയിറ്റിംഗ് ആണ് എന്താണെന്ന് അറിയാനായിട്ട്. വി ആർ ഓൾ. അല്ല, ഞാനത് ഭയങ്കര ഇച്ചിരി ചിലപ്പോ അത് പാളിപ്പോവും, ചിലപ്പോ അടിപൊളിയാവും. ഓക്കെ. അപ്പം ഞാനത് എന്തായിരിക്കും റെസ്പോൺസ് എന്നുള്ള വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഞങ്ങള് വെയിറ്റിംഗ് ആണ്. സോ ലാസ്റ്റ് ആയിട്ട് ആസ് എ വിമൻ, നമ്മുടെ വിമൻ ഓഡിയൻസിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? I think be secure in your insecurities, know who you are, and yeah, that's it. Like അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഓക്കെ. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ഇൻസെക്യൂരിറ്റീസിനൊക്കെ ഇത് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാന്നല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ലിറ്റിൽ ടോക്സിലെ ക്വസ്റ്റ്യൻസ്. വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ്. സോ ഹാപ്പി ടു ഹാവ് യു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ? അടിപൊളി ചോദ്യങ്ങൾ, വെറൈറ്റി. താങ്ക് യു. അപ്പൊ എന്തായാലും സോ ഹാപ്പി ടു സീ യു. ആൻഡ് ഇത്രയും കുറെ ഇങ്ങനെ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതൊക്കെ ചോദിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു so much for coming and sharing ഇത്രയും വിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞതിൽ ഒരുപാട് നന്ദി. Thank you so much. Thank you. Thank you. Ta-ta.